തുടങ്ങാം. BJPയുടെ ജനരക്ഷായാത്രയുടെ ഭാഗമായി ഇന്നലെ മാറാട് കടപ്പുറത്ത് നിന്നും ജാഥ തുടരുന്നതിനാണ് BJPയുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരുന്നത്. ഇതിൻ്റെ ഭാഗമായി BJPയുടെ ജില്ലാ സംസ്ഥാന നേതാക്കൾ മാറാട് കടപ്പുറം രാവിലെ സന്ദർശിക്കുകയുണ്ടായി. പോലീസ് എടുത്ത കർശനമായ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് മാറാട് ഇവരുടെ ജാഥ തുടങ്ങാൻ വേണ്ടി പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായത്. എന്നാൽ മാറാട് സന്ദർശിച്ച കുമ്മനം രാജശേഖരനും RSS പ്രവർത്തകരും എല്ലാം കൂടി ചേർന്ന് അതിഭീകരമായ അന്തരീക്ഷമാണ്, കലാപകാലത്തുണ്ടായ അവസ്ഥക്ക് സമാനമായ അന്തരീക്ഷമാണ് ഇന്നലെ മാറാട് കടപ്പുറത്ത് കണ്ടിട്ടുള്ളത്. രാവിലെ 7 മണിയോടുകൂടി തന്നെ RSSൻ്റെ ഒരു സംഘം മാറാടിൻ്റെ പ്രദേശം മുഴുവൻ കൈയടക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ പോലീസ് സുരക്ഷാ വലയം തീർത്തു. കുമ്മനം രാജശേഖരനും MP-മാരും ജാഥാംഗങ്ങളും എല്ലാം കൂടി ഒരു വലിയ പരിവാരം മാറാട്ടേക്ക് എത്തിയത് വലിയ ഭീതിയോടുകൂടിയാണ് ജനങ്ങൾ വീക്ഷിച്ചത്. അരയ സമാജത്തിൻ്റെ ഓഫീസിനോട് ചേർന്ന കേന്ദ്രത്തിൽ കുമ്മനം രാജശേഖരൻ നടത്തിയ പ്രസംഗം മാറാട് പോലുള്ള ഒരു പ്രദേശത്ത് വീണ്ടും കലാപമുണ്ടാക്കാൻ വേണ്ടി പറ്റാവുന്ന നിലയിലേക്കുള്ളതായിരുന്നു. അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞത് മാറാട് എന്ന് പറയുന്നത് ജിഹാദി ഭീകരതക്കെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പിന് തുടക്കം കുറിച്ച സ്ഥലമാണ്. ഹിന്ദുക്കളെ കടലോരത്ത് നിന്ന് ഒഴിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള നിരവധിയായ ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾക്കെല്ലാം തടയിട്ട പ്രദേശമാണ് മാറാട്. അതുകൊണ്ട് ഹിന്ദുക്കളുടെ ചെറുത്തുനിൽപ്പിൻ്റെ കേന്ദ്രമാണ് എന്നുള്ള നിലയിലാണ് മാറാട് പ്രദേശത്തെ സംബന്ധിച്ച് കലാപത്തെക്കുറിച്ച് അതിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തെക്കുറിച്ചെല്ലാം കുമ്മനം രാജശേഖരൻ പ്രസംഗിച്ചത്. മാറാട് സന്ദർശിച്ച കുമ്മനം രാജശേഖരൻ വീണ്ടും ഒരു കലാപത്തിന് അന്തരീക്ഷം ഒരുക്കുന്ന നിലയിലേക്കാണ് അദ്ദേഹം നടത്തിയിട്ട പ്രസംഗങ്ങളെല്ലാം. ഒരു 7 മിനിറ്റ് നേരം നടത്തിയ പ്രസംഗത്തിൽ പൂർണ്ണമായും 2 കാര്യങ്ങളാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഒന്ന്, മാറാട് ജിഹാദി ഭീകരതക്കെതിരായിട്ടുള്ള ഇസ്ലാമിക ഭീകരവാദത്തിനെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പുകളുടെ കേന്ദ്രമാണ്. 2, കേരളത്തിലെ കടലോരത്ത് നിന്ന് ഹിന്ദുക്കളെല്ലാം ഓടിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ജിഹാദികളും അതേപോലെ തന്നെ ഇസ്ലാമിക ഭീകരവാദികളെല്ലാം കൂടി നടത്തുന്ന ശ്രമങ്ങളുടെ ഒരു കേന്ദ്രമാണ് ഈ മാറാട് എന്ന് പറയുന്ന സ്ഥലം. അതുകൊണ്ട് ജിഹാദി ചോപ്പ് ഭീകരതക്കെതിരായുള്ള പോരാട്ടത്തിൻ്റെ തുടക്കമായി മാറാടിനെ കാണണം. അതുകൊണ്ടാണ് ഞങ്ങളിവിടെ നിന്ന് ജാഥ തുടങ്ങുന്നതെന്നും ഈ പോരാട്ടം തുടർന്നു കൊണ്ടുപോകുമ്പം മാറാട്ടെ ജനങ്ങളുടെ സഹായം ഉണ്ടാവണമെന്നുമാണ് അദ്ദേഹം അഭ്യർത്ഥിച്ചത്. എന്താണ് യഥാർത്ഥത്തിൽ മാറാടിൻ്റെയും ബേപ്പൂരിൻ്റെയും എല്ലാം ചരിത്രം എന്നുള്ളതാണ് കുമ്മനം രാജശേഖരൻ്റെ ഈ ഒരു പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കേണ്ടത്. ബേപ്പൂരും മാറാടും നടന്നിട്ടുള്ള എല്ലാ കലാപങ്ങളുടെയും തുടക്കം, എല്ലാ ആക്രമണങ്ങളുടെയും തുടക്കം BJPയുടെ ഭാഗത്തു നിന്നായിരുന്നു. അവിടെ ഒരു 50 വർഷങ്ങൾക്ക് മുമ്പെയാണ് മാറാട് പ്രദേശം ഉൾക്കൊള്ളുന്ന വില്ലേജിനകത്ത് നടുവട്ടം പള്ളി വെടിവെപ്പ് നടക്കുന്നത്. നടുവട്ടം പള്ളി വെടിവെപ്പിന് ഇടയായിട്ടുള്ള സാഹചര്യം എന്ന് പറയുന്നത് 2 മുതലാളിമാർ, ഒരു തമ്പി മുതലാളിയും മറ്റൊരു മുതലാളിയും തമ്മിലുള്ള, ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു മുതലാളിയും തമ്മിലുള്ള തർക്കമായിരുന്നു. അവരുടെ വ്യവസായ തർക്കമായിരുന്നു പള്ളി വെടിവെപ്പിനിടയാക്കിയ സാഹചര്യം ഉണ്ടായിരുന്നു. ഈ തമ്പി മുതലാളിയുടെ തൊട്ടടുത്ത ബന്ധുവായിരുന്നു അന്നത്തെ മലബാർ പോലീസിനകത്തൊരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ. അയാളുടെ സഹായത്തോടുകൂടി, അയാളുടെ സഹകരണത്തോടുകൂടി, അയാളുടെ പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടി ഒരു നബിദിന ഘോഷയാത്ര കടന്നു പോകുന്ന ഘട്ടത്തിൽ അവിടെ ആദ്യഘട്ടത്തിൽ കുഴപ്പമുണ്ടാക്കി. പിന്നീട് ഇതേപോലെ ഒരു അമ്പലത്തിൽ നിന്നുള്ളൊരു വരവ് പള്ളിയുടെ മുന്നിൽ എത്തുമ്പോഴത്തേക്കും വളരെ നേരത്തെ പ്ലാൻ ചെയ്തതനുസരിച്ചുള്ള ഒരു അന്തരീക്ഷമെല്ലാം ഉണ്ടാക്കി വെടിവെപ്പ് നടത്തുകയായിരുന്നു അന്ന് ഈ പറയുന്ന തമ്പി മുതലാളിയുടെ ബന്ധുവായ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സഹായത്തോടു കൂടി അന്ന് ചെയ്തത്. അപ്പോൾ പറയുന്ന ഒരു ഹിന്ദുത്വ അന്തരീക്ഷത്തിലേക്ക് മാറാടിനെ കൊണ്ടുപോകുന്നത്, വർഗീയ കലാപത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് മാറാടിനെയും ബേപ്പൂരിനെയും എല്ലാം കൊണ്ടുപോകുന്നത് ഈ നടുവട്ടം പള്ളി വെടിവെപ്പോടുകൂടിയാണ്. അതിന് തുടക്കം കുറിച്ചത് അന്നത്തെ ഈ പറയുന്ന വർഗീയ പ്രചരണങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്ത ഹിന്ദുത്വ വർഗീയ ശക്തികൾ തന്നെയായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ അനുഭവം. രണ്ടാമത്തെ അനുഭവം, ബേപ്പൂരിൽ നിരന്തരമായി വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാകുന്നു. ആ സംഘർഷം ഒരു കലാപത്തിലേക്ക് എത്തിയത് 1988-ലാണ്. 1988 ബിച്ചിക്കോയ എന്ന് പറയുന്ന ഒരു മുസ്ലിം മത്സ്യത്തൊഴിലാളിയെ അതിഭീകരമായ നിലയിലേക്ക് ഹിന്ദുത്വ ഭീകരവാദികൾ RSSകാർ കൊലപ്പെടുത്തുകയായിരുന്നു. അതിനെ തുടർന്നാണ് ആഴ്ചകളോളം നീണ്ടുനിന്ന കലാപം ബേപ്പൂരിലുണ്ടാകുന്നത്. 2 വിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടി, വള്ളം കത്തി, വല കത്തി, വലിയ നഷ്ടം ഇരുവിഭാഗത്തിനും ഉണ്ടായി. അവസാനം രമേശൻ എന്ന് പറയുന്ന ഇതുപോലെ ഒരു പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി അതിക്രൂരമായ നിലയിലേക്ക് കൊല ചെയ്യപ്പെടുന്നതോടുകൂടിയാണ് മാറാട് ഈ ഉൾപ്പെട്ട ബേപ്പൂർ കടലോരത്തിൻ്റെ പ്രദേശത്തിനകത്തെ ഒന്നാമത്തെ കലാപത്തിൻ്റെ ഒരു അന്തരീക്ഷം ഏകദേശം അവസാനിക്കുന്നത്. അന്നത്തെ സർക്കാർ എടുത്ത അതിശക്തമായ നിലപാടിൻ്റെ ഭാഗമെല്ലാമായിട്ടാണ് ഒരാഴ്ചക്കകം തന്നെ സമ്പൂർണ്ണമായ നിലയിലേക്ക് കലാപം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടന്നത്. പക്ഷെ പിന്നീട് ഈ ജിഹാദികൾക്കെതിരായി നിങ്ങൾ യുദ്ധം നടത്താനൊക്കെ ആഹ്വാനം ചെയ്യുന്ന സംഘപരിവാരത്തിൻ്റെ RSSൻ്റെ നേതാക്കന്മാർ ചെയ്തത്
കേരളം വലിയ നിലയിലേക്ക് ചർച്ച ചെയ്ത 1991 ബേപ്പൂർ മോഡൽ പരീക്ഷണത്തിന് ബേപ്പൂരിനെ ഉപയോഗിക്കുകയായിരുന്നു. എന്തായിരുന്നു ബേപ്പൂർ മോഡൽ പരീക്ഷണം? ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ ഡോക്ടർ മാധവൻകുട്ടിയെ ബേപ്പൂരിൽ പൊതു സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. ബേപ്പൂരിൻ്റെ പ്രത്യേകത, UDFൻ്റെ ഘടകകക്ഷി ചർച്ചയിൽ ബേപ്പൂർ മണ്ഡലം മുസ്ലിം ലീഗിന് കൊടുത്താണ്. മുസ്ലിം ലീഗിൻ്റെ യൂത്ത് ലീഗിൻ്റെ നേതാവ് അഡ്വക്കേറ്റ് ആലിക്കോയ കോണി ചിഹ്നത്തിൽ നോമിനേഷൻ കൊടുത്തായിരുന്നു ബേപ്പൂരിൽ. ആ നോമിനേഷൻ പിൻവലിച്ചിട്ടാണ് RSSും മുസ്ലിം ലീഗും തമ്മിലുണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഡോക്ടർ മാധവൻകുട്ടിയെ, ചില്ലറക്കാരനല്ല, ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ, RSSൻ്റെ പ്രമുഖനായ നേതാവ് ബേപ്പൂരിൽ നോമിനേഷൻ കൊടുക്കുക. RSS നേതാവ് ഒരു കേരള നിയമസഭയിലേക്ക് ഒരു സീറ്റ് കിട്ടാൻ ഈ ജിഹാദികളുടെ ചെരുപ്പ് നക്കി അവരോടൊപ്പം നിന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് ഒരു തടസ്സവും അന്നത്തെ BJPയുടെ നേതൃത്വത്തിന് ഉണ്ടായിരുന്നില്ല, RSS നേതൃത്വത്തിന് ഉണ്ടായിരുന്നില്ല, സംഘപരിവാരത്തിന് ഉണ്ടായിരുന്നില്ല. അവർ ഒന്നിച്ച് സംയുക്തമായി കമ്മിറ്റി ഉണ്ടാക്കി. മുസ്ലിം ലീഗും കോൺഗ്രസും BJPയും RSSും എല്ലാം കൂടി ചേർന്നിട്ടാണ് ബേപ്പൂർ മണ്ഡലത്തെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒന്നിച്ച് കമ്മിറ്റി ഉണ്ടാക്കിയത്. കമ്മിറ്റി ഉണ്ടാക്കിയപ്പോഴാണ് ചില പ്രശ്നങ്ങൾ അവിടെ ഉടലെടുത്തത്. 88 കലാപത്തെ തുടർന്നുണ്ടായിട്ടുള്ള ഒരു അവസ്ഥ, RSSനും മുസ്ലിം ലീഗിനും ഒന്നിച്ചു ചേരാൻ വേണ്ടി പറ്റാത്ത അവസ്ഥ ബേപ്പൂരുണ്ടായി. ആ ഒരു ഘട്ടത്തിലാണ് ഇരു വിഭാഗം നേതാക്കളും ഇരുന്ന് ഈ 2 കേസുകളും, കൊലപാതക കേസുകൾ പഞ്ചായത്താക്കുന്നത്. ബിച്ചിക്കോയ കൊലപാതക കേസ്, രമേശൻ കൊലപാതക കേസ് മധ്യസ്ഥം പറഞ്ഞു ഒത്തുതീർക്കുക. കോടതിയിൽ സംയുക്തമായ പ്രസ്താവന കൊടുത്ത് സാക്ഷിമൊഴി മാറ്റി പറഞ്ഞ് ആ കേസുകൾ മധ്യസ്ഥം വഹിച്ച് തീർപ്പാക്കുന്ന നിലയിലേക്ക് എത്തുകയാണ്. എന്നിട്ടാണ് 91 തെരഞ്ഞെടുപ്പിന് ഇവർ സംയുക്തമായി നീങ്ങിയത്. ഞാനിത് ചൂണ്ടിക്കാട്ടിയത് ജിഹാദികൾക്കെതിരായിട്ടുള്ള ആക്രമണത്തിന് വേണ്ടി, മുസ്ലിം തീവ്രവാദത്തിനെതിരെയുള്ള ആക്രമണം നടത്താൻ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ വലിയ നിലയിലേക്ക് സജ്ജമാക്കി അവരിൽ വർഗീയ വിഷമെല്ലാം കുത്തിവെച്ച് കലാപമെല്ലാം ഉണ്ടാക്കി നഷ്ടം മുഴുവൻ പാവപ്പെട്ടവനുണ്ടായി കഴിഞ്ഞതിന് ശേഷം കേരള നിയമസഭയിൽ ഒരു സീറ്റ് കിട്ടുന്നതിന് വേണ്ടി ഈ കേസ് ഉൾപ്പെടെ പഞ്ചായത്താക്കിയ, മധ്യസ്ഥം വഹിച്ചതിൻ്റെ, ഒത്തുതീർപ്പാക്കിയതിൻ്റെ ചരിത്രമാണ് ഒന്നാമത്തെ ബേപ്പൂർ കലാപത്തിനുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ 2 കൂട്ടരും ഒന്നായതിനു ശേഷമാണ് പിന്നെ ചുവപ്പിനെതിരായിട്ടുള്ള ആക്രമണം സംഘടിതമായി സംഘപരിവാരവും RSSും ബേപ്പൂരിൽ നടത്തുന്നത്. 1993 സഖാവ് പേരോത്ത് രാജീവനെ അതിക്രൂരമായ നിലയിലേക്ക് കൊലയപ്പെടുന്നത്. സാഹചര്യമൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. അത് കഴിഞ്ഞ് 10 വർഷം കഴിയുമ്പോഴാണ് സഖാവ് മണ്ണടത്ത് സജീഷിനെ, മാറാട്, ഒരു വിവാഹ പാർട്ടിയോടൊപ്പം പോകുമ്പം RSSൻ്റെ സംഘം പട്ടാപ്പകൽ മാറാട് കടപ്പുറത്ത് വെച്ച് ഭീകരമായി കൊലപ്പെടുത്തുന്നത്. അതിനിടയിൽ CPIMൻ്റെ നേതാക്കന്മാർക്കെതിരായുള്ള ആക്രമണം, വീടുകൾ ആക്രമിക്കൽ, പാർട്ടി ഓഫീസുകൾ ആക്രമിക്കൽ, ഇതെല്ലാം നിരന്തരമായ ഒരു 10 വർഷക്കാലം CPMനെതിരായിട്ടുള്ള ആക്രമണമായിരുന്നു സംഘപരിവാരത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. ഇതെല്ലാം കൂടി കഴിഞ്ഞ് 2001 കേരളം UDF വീണ്ടും ഭരിക്കുന്നത്. UDFൻ്റെ ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരുന്നത്. ആ ഘട്ടത്തിലാണ് മാറാട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ടൂറിസം പ്രോജക്റ്റിനെ കുറിച്ച് സർക്കാർ ആലോചിക്കുന്നത്. ബേപ്പൂർ തുറമുഖം, ബേപ്പൂർ പുളിമൂട് തുടങ്ങി കോഴിക്കോട് തെക്കേ കടപ്പുറം വരെ വരുന്ന ദീർഘമായ കടലോരം, കോഴിക്കോട് കോർപ്പറേഷൻ അതിർത്തിയിലാണ് ഇതെല്ലാം വരുന്നത്. ആ കടലോരത്ത് ഒരു വലിയ ടൂറിസം പ്രോജക്റ്റിനെ കുറിച്ച് സർക്കാർ ആലോചിക്കുകയാണ്. സർക്കാർ ആലോചിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇരുവിഭാഗം ഈ പറയുന്ന നേതാക്കന്മാരും മാറാട് ഭൂമി വാങ്ങിക്കൂട്ടി. മുസ്ലിം ലീഗിൻ്റെ നേതാവ് മൈനാജി ഉൾപ്പെടെയുള്ളവർ അവിടെ ഭൂമി വാങ്ങിക്കൂട്ടി, ഇപ്പുറത്തും വാങ്ങിക്കൂട്ടി. അതിൻ്റെ ചരിത്രമെല്ലാം ഞാൻ പറയാം. ഇപ്പുറത്തും വാങ്ങിക്കൂട്ടി. പ്രൊജക്റ്റ് വരുന്നു എന്നുള്ള ഘട്ടം വന്നു. പ്രൊജക്റ്റ് വരുന്ന ഘട്ടത്തിൽ അവിടുത്തെ ആളുകൾ ഒഴിഞ്ഞു പോകണം. ആ പ്രദേശത്തുള്ള ജനങ്ങൾ മുഴുവൻ ഒഴിഞ്ഞു പോകണം. ഹിന്ദുവും മുസ്ലിമും ഉൾപ്പെടെയുള്ള മത്സ്യത്തൊഴിലാളികൾ ഒറ്റക്കെട്ടായി പറഞ്ഞു, ഞങ്ങളുടെ ജനിച്ച മണ്ണ് ഒഴിഞ്ഞു പോകാൻ, അവിടെ നിന്ന് പോകാൻ ഞങ്ങൾ തയ്യാറാവില്ല. ആ പ്രഖ്യാപനം അവിടെ ഹിന്ദു മുസ്ലിം ഭേദമില്ലാതെ മത്സ്യത്തൊഴിലാളി ഒറ്റക്കെട്ടായി നടത്തിയ ഘട്ടത്തിലാണ് മാറാട് വീണ്ടും കലാപാന്തരീക്ഷത്തിലേക്ക് വരുന്നത്. 2002 ഒരു പുതുവർഷ പുലരി ആഘോഷ പരിപാടിയുടെ ഭാഗമായി 2 പേർ തമ്മിലുണ്ടായിട്ടുള്ള ഒരു ചെറിയ തർക്കം വർഗീയ കലാപത്തിലേക്ക്, വലിയ കൂട്ടക്കൊലപാതകത്തിലേക്ക് മാറാടിനെ നയിക്കുകയായിരുന്നു. ആ കൊലപാതകത്തിനും ആ കലാപത്തിനും നേതൃത്വം കൊടുത്തത് BJP ആയിരുന്നു, RSS ആയിരുന്നു എന്നുള്ളത് നമ്മൾ മറന്നുകൂടാ. അവിടെ പരീച്ചിൻ്റെ അകത്ത് കുഞ്ഞിക്കോയ എന്ന് പറയുന്ന ഒരു മത്സ്യത്തൊഴിലാളിയെ കൊല ചെയ്തുകൊണ്ടാണ് മാറാട് 1ാം കലാപത്തിന് തുടക്കം കുറിക്കുന്നത്. ഈ RSS ആണ് തുടങ്ങിയത്. RSS തുടങ്ങിയതിന് ശേഷമാണ് പിന്നീട് അവിടെ യൂനുസ് എന്ന് പറയുന്ന ഒരു മത്സ്യത്തൊഴിലാളി മരിച്ചു. തുടർന്ന് അപ്പുറത്തുനിന്നും ആക്രമണങ്ങളുണ്ടായി. അവിടെ നാരായണൻ എന്ന കുഞ്ഞിമോൻ എന്ന് പറയുന്ന ഒരു മത്സ്യത്തൊഴിലാളി, ഷംജിത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, 4 പേർ ഒരു രാത്രി കൊണ്ട് മരിക്കുക. 2-ാം തീയതി രാത്രി കൊണ്ട് 4 പേർ മരിക്കുക. പരസ്പരം ജനങ്ങൾ ഏറ്റുമുട്ടി, കടകൾ കത്തി, വള്ളം കത്തി, വല കത്തി, വീടുകൾ കത്തി, വലിയ നാശനഷ്ടത്തിലേക്കും വലിയ കലാപത്തിലേക്കും മാറാട് കടപ്പുറം മാറി. രാത്രി ഒരു പുലർച്ചയാവുന്നതോടുകൂടി ഈ 4 പേർ മരിച്ചു എന്നുള്ള വാർത്ത പുറത്തു വരുന്നു.
അന്നത്തെ BJP-യുടെയും മുസ്ലിം ലീഗിൻ്റെയും നേതാക്കന്മാർ മാറാട് കടപ്പുറത്ത് സന്ദർശിക്കുന്നു. നേതാക്കന്മാർ തമ്മിലിരുന്ന് കലാപം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ധാരണയാക്കുന്നു. അങ്ങനെ പുലർച്ചയോടുകൂടി സമാധാന അന്തരീക്ഷത്തിലേക്ക് മാറാടെത്തുക. രണ്ട് നേതാക്കന്മാരും ചേർന്ന് കലാപാന്തരീക്ഷം ഇല്ലാതെയാക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം രണ്ട് നേതാക്കന്മാരും കൂടി ചേർന്നിട്ടാവണം ഈ കലാപത്തിന് ആഹ്വാനം നൽകിയത്. അല്ലാതെ രണ്ട് നേതാക്കന്മാർ പറഞ്ഞാൽ കലാപം അവസാനിക്കില്ല. സമാധാന അന്തരീക്ഷത്തിലേക്ക് മടങ്ങിയ മാറാട് പിറ്റേ ദിവസം രാവിലെ കൊല ചെയ്യപ്പെട്ട രണ്ടുപേരുടെ, കുഞ്ഞിക്കോയയുടെയും യൂനുസിൻ്റെയും മൃതദേഹങ്ങൾ പള്ളിയിൽ കബറടക്കം നടത്തുന്നതിന് വേണ്ടി, കബർ കളയ്ക്കുന്നതിന് വേണ്ടി പോയ അബൂബക്കർ എന്ന് പറയുന്ന മനുഷ്യനെ തലേ ദിവസം മാറാടില്ലാതിരുന്ന, നേരത്തെ ശബരിമലക്ക് പോയി തങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കൾ ഉണ്ടാക്കിയ ഈ ധാരണ അറിയാത്ത ഒരു കൂട്ടം RSSൻ്റെ ക്രിമിനലുകൾ 3-ാം തീയതി പുലർച്ചയോടുകൂടി ഈ കബർ കളയ്ക്കാൻ വേണ്ടി പോകുന്ന ഘട്ടത്തിൽ അബൂബക്കറിനെ കൊല്ലുകയായിരുന്നു. അങ്ങനെയാണ് സമാധാനത്തിലേക്ക് വന്ന മാറാട് വീണ്ടും പുകയുന്ന അവസ്ഥയിലേക്ക്, ഉള്ളിൽ പുകയുന്ന അവസ്ഥയിലേക്ക് ദീർഘകാലം നിന്നത്. ആ പുകച്ചിലാണ് 2003 മാറാട് കൂട്ടക്കൊലയിലേക്ക് എത്തിയത്. മാറാട് നടന്നത് കൂട്ടക്കൊല, കലാപമായിരുന്നില്ല. രണ്ടാം കലാപമല്ല മാറാട് നടന്നത്. രണ്ടാമത് മാറാട് നടന്നത് കൂട്ടക്കൊലയായിരുന്നു. ഇസ്ലാമിക ഭീകരവാദ സംഘം അവിടുത്തെ മാറാട് ജുമാ മസ്ജിദിനകത്ത് കേന്ദ്രീകരിച്ചു. വൈകുന്നേരം സന്ധ്യയോടുകൂടി കടലിൽ പോയി തിരിച്ചു വന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ, RSSകാർ അവിടെ കടലോരത്ത് ഒന്നിച്ചു കൂടിയിരിക്കുമ്പോഴാണ് ആ കൂട്ടത്തിനിടയിലേക്ക് ഈ സംഘം ചാടി വീണ് സെക്കൻഡുകൾക്കകം 8 പേരെ കൊലപ്പെടുത്തി അവർ രക്ഷപ്പെടുന്നു. അസ്കർ എന്ന് പറയുന്ന ഒരാൾ, ഇവരുടെ സംഘത്തിലുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ കൂടി കൊല ചെയ്യപ്പെടും. അങ്ങനെയാണ് 9 പേർ മാറാട് കൂട്ടക്കൊലയിൽ കൊല ചെയ്യപ്പെടുന്നത്. ആ സംഭവത്തോടുകൂടി ഈ സംഭവത്തിലേക്ക് എത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ 1-ാം മാറാട് കലാപത്തിൻ്റെ തുടക്കം. 2-ാം മാറാട് കൂട്ടക്കൊല മാത്രമായിട്ട് നടക്കുന്നില്ല. 1-ാമത്തിൻ്റെ തുടക്കമാണ്, നടുവട്ടം പള്ളി വെടിവെപ്പിൻ്റെ തുടക്കമാണ്, ബേപ്പൂർ കലാപത്തിൻ്റെ തുടർച്ചയാണ്. ഈ തുടർച്ചയായിട്ടാണ് മാറാട് കൂട്ടക്കൊലയിലേക്ക് നാടെത്തുന്നത്. അതിനെ തുടർന്ന് അവിടെ സംഘപരിവാരം ചെയ്ത കാര്യം അവർ നേരത്തെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയായിരുന്നു. സംഘപരിവാരത്തിൻ്റെ നേതാക്കന്മാർ മാറാട് വാങ്ങിക്കൂട്ടിയ ഭൂമിയും അവിടെ ടൂറിസം പ്രോജക്റ്റ് വരുന്നതിന് വേണ്ടി അവിടുത്തെ മത്സ്യത്തൊഴിലാളികളെ ഒഴിപ്പിക്കുക എന്നുള്ള ദൗത്യം നിർവഹിക്കുകയായിരുന്നു RSSും സംഘപരിവാറും ചെയ്ത്. 400ഓളം വരുന്ന കുടുംബങ്ങളെ അവിടെ നിന്ന് അട്ടിയോടിച്ചു. 400ഓളം വരുന്ന മുസ്ലിം കുടുംബങ്ങളാണ് മാറാട്ട് നിന്ന് അട്ടിയോടിക്കപ്പെട്ടത്. ഈ ടൂറിസം പ്രോജക്റ്റിൻ്റെ ഹൃദയഭാഗത്തുള്ള 5 ഹിന്ദു കുടുംബങ്ങളും അട്ടിയോടിക്കപ്പെട്ടു. തെക്കേത്തൊടി സൂമാരാട്ടൻ മരിച്ചുപോയി. തെക്കേത്തൊടി സൂമാരാട്ടൻ്റെ കുടുംബം ഉൾപ്പെടെ 5 ഹിന്ദു കുടുംബങ്ങളെയാണ് അവിടെ നിന്ന് അട്ടിയോടിച്ചത്. തെക്കേത്തൊടി സൂമാരാട്ടൻ എന്ന് പറഞ്ഞാൽ അവിടെ മാറാട് ഈ ഭഗവതി ക്ഷേത്രത്തിനകത്തെ വെളിച്ചപ്പാടായിരുന്നു. അദ്ദേഹത്തെ ഉൾപ്പെടെ അട്ടിയോടിച്ചു. ആ കുടുംബങ്ങളെല്ലാം തിരിച്ചു കൊണ്ടുവന്ന് പല സ്ഥലങ്ങളിലായി ക്യാമ്പുകളെല്ലാം സ്ഥാപിച്ച് താമസിപ്പിച്ചത് CPIM ആയിരുന്നു. ഇവിടെ AT രമേശ് പത്രസമ്മേളനം നടത്തിയിട്ടും മാറാട് കടപ്പുറത്ത് വന്നും പറഞ്ഞ കാര്യം അവിടെ ഈ ജിഹാദികൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ഏർപ്പാടുകളെല്ലാം നടത്തുന്നതെന്നായിരുന്നു അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രചരണം. AT രമേശിൻ്റെ പ്രചരണത്തിൽ അദ്ദേഹം പത്രസമ്മേളനം നടത്തിയും അതേപോലെ തന്നെ അവിടെ നിന്നും പറഞ്ഞ കാര്യം ജിഹാദികൾക്ക് വേണ്ടിയിട്ടാണ് ഈ നാട് CPIM പ്രവർത്തിച്ചത്. കലാപത്തിൽ CPIMന് പങ്കുണ്ട് എന്ന് ഏതോ കമ്മീഷൻ പറഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തോമസ് B ജോസഫ് കമ്മീഷനാണ് മാറാട് കൂട്ടക്കൊലയെക്കുറിച്ചും മാറാട് കലാപത്തെക്കുറിച്ചും അന്വേഷിച്ചത്. തോമസ് B ജോസഫ് കമ്മീഷൻ്റെ റിപ്പോർട്ടിനകത്ത്, അന്തിമ റിപ്പോർട്ടിനകത്ത് 2 കൂട്ടരെ കുറിച്ചാണ് പറഞ്ഞത്. ഒന്ന് RSSനെ കുറിച്ചാണ് പറഞ്ഞത്, 2 ഇസ്ലാമിക ഭീകരവാദികളെയും NDFനെയും കുറിച്ചാണ് പറഞ്ഞത്. CPMനെ കുറിച്ച് ആ റിപ്പോർട്ടിനകത്ത് ഒരു പരാമർശം പോലും ഇല്ല. പക്ഷേ രമേശ് കള്ളപ്രചരണം നടത്തിയത് ഈ പറയുന്ന നിലയിലേക്കാണ്. ഞാൻ പറഞ്ഞത് ആദ്യത്തെ കലാപം, മാറാട് 1-ാം കലാപം ഉണ്ടായ ഘട്ടത്തിൽ ഇരുവിഭാഗവും തമ്മിൽ ഒറ്റുമുട്ടി മാറാട്ട് നിന്ന് ഇരുവിഭാഗവും ഒഴിഞ്ഞു പോകുന്ന ഘട്ടം വന്നപ്പോൾ രണ്ടു കൂട്ടരെയും മാറാട് CPIMൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ദേവരാജൻ്റെ വീട്ടിലും CPIMൻ്റെ ഏരിയ കമ്മിറ്റി അംഗം ബാലരാമട്ടൻ്റെ വീട്ടിലും 2 ക്യാമ്പുകൾ തുടങ്ങി. ഇരുവിഭാഗത്തെയും ഒരു പാത്രത്തിൽ ഭക്ഷണം കൊടുത്തു, ഒരു പായിൽ കിടത്തി ഉറക്കി. ഞങ്ങൾ 2002 തുടക്കത്തിലുണ്ടായിട്ടുള്ള ഈ കലാപത്തിൽ. അത് കഴിഞ്ഞ് ഇപ്പറയുന്ന 2-ാം ഘട്ടത്തിലെ കൂട്ടപ്പലായത്തിനിടയിൽ ഈ ഹിന്ദു കുടുംബങ്ങളെയും മുസ്ലിം കുടുംബങ്ങളെയും ചാലിയത്ത് പ്രത്യേക ക്യാമ്പുണ്ടാക്കി അവിടെ സംരക്ഷിച്ചത് CPIM ആയിരുന്നു. അട്ടി ഓടിച്ചത് സംഘപരിവാരായിരുന്നു. എന്തായിരുന്നു ലക്ഷ്യം? മാറാട് വരുന്ന ടൂറിസം പ്രോജക്റ്റിൽ ആ പ്രദേശത്ത് മുഴുവൻ ഒരു ഒഴിപ്പിച്ചെടുക്കുക എന്നുള്ള ദൗത്യം പൂർത്തീകരിക്കുകയായിരുന്നു അവർ ചെയ്തത്. അവിടെ നിന്നില്ല. അതിനെ തുടർന്ന് അന്ന് ഇപ്പോൾ ഈ മാറാട് ഹിന്ദു സഹോദരങ്ങളുടെ ആത്മാവിന് ശാന്തി കിട്ടുന്നുള്ള നീതി ഈ 2017 ഫെബ്രുവരി മാസം 10-ാം തീയതി ഹൈക്കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിടുന്നതോടുകൂടിയാണ് ലഭിച്ചത് എന്നാണ് രമേശനും കുമ്മനം രാജശേഖരനും എല്ലാം പറയുന്നത്. ആരായിരുന്നു മാറാട് ഈ ഹിന്ദു സഹോദരന്മാർക്ക് നീതി കിട്ടുന്നതിനെതിരെ എന്നുള്ളത് മാറാടിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം. 2003 ഈ പറയുന്ന കൂട്ടക്കൊലക്ക് ശേഷം അന്ന് ഇന്ത്യ ഭരിക്കുന്നത് അടൽ ബിഹാരി വാജ്പേയിയാണ്. O രാജഗോപാലൻ കേന്ദ്രമന്ത്രിയായിരുന്നു. മറന്നുപോകരുത്, O രാജഗോപാലൻ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിയായിരുന്നു. അദ്ദേഹം മാറാട് സന്ദർശിച്ച് പ്രഖ്യാപിച്ചു,
മാറാട് കൂട്ടക്കൊലയിൽ അന്നത്തെ UDF മന്ത്രിസഭയിലെ ഒരു മന്ത്രിക്ക് പങ്കുണ്ട് എന്ന് AT രമേശ് ഇന്നലെ പത്രസമ്മേളനം നടത്തി വെളിപ്പെടുത്തിയതല്ലത്. 2003 തന്നെ രാജഗോപാലൻ മാറാട് സന്ദർശിച്ച് പ്രഖ്യാപിച്ചതാണ്. ആ പ്രഖ്യാപനത്തോടുകൂടി ഒരാഴ്ച കഴിഞ്ഞ് ഈ കലാപെല്ലാം നടന്ന് ഈ കൂട്ടക്കൊലയെല്ലാം നടന്ന ഒരാഴ്ച കഴിഞ്ഞ് കേരളമാകെ ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു വരുന്ന ഘട്ടത്തിലാണ് രാജഗോപാലിൻ്റെ പ്രസ്താവന ഉണ്ടാകുന്നത്. ആ പ്രസ്താവനയോടുകൂടി കേരളത്തിലാകെ വീണ്ടും കലാപം ഉണ്ടാക്കാനുള്ള അന്തരീക്ഷം സംഘപരിവാരം നടത്തി. കുഞ്ഞാലിക്കുട്ടിയെ ജയിലിലടയ്ക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ കേരളത്തിലാകെ കലാപം ഉണ്ടാക്കും എന്നുള്ള പ്രഖ്യാപനം നടത്തി. ആ പ്രഖ്യാപനത്തിൽ മാത്രം നിന്നില്ല. 1 ലക്ഷം രൂപയാണ് മാറാട് കൊല ചെയ്യപ്പെട്ട കുടുംബങ്ങൾക്ക് അന്നത്തെ സംസ്ഥാന ഗവൺമെൻറ്, ആൻ്റണിയുടെ ഗവൺമെൻറ്, UDFൻ്റെ ഗവൺമെൻറ് കൊടുത്തത്. ആ പണം തിരിച്ചു കൊടുപ്പിക്കാൻ മാറാട് നിന്ന് കോഴിക്കോട് കലക്ടറിലേക്ക് മാർച്ച് നടത്തിച്ചു BJP, RSS. കോഴിക്കോട് മരിച്ചിട്ട് ആഴ്ചകൾ മാത്രമായിട്ടുള്ള കുടുംബങ്ങളെ കോഴിക്കോട് കലക്ടറിലേക്ക് മാർച്ചിന് കൊണ്ടുപോവുക, എന്നിട്ട് ഈ ചെക്ക് തിരിച്ചു കൊടുപ്പിക്കുക. എന്തിന്? മാറാട്ടെ ഹിന്ദു സഹോദരന്മാരുടെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ അവരെ കൊല ചെയ്യുന്നതിന് നേതൃത്വം കൊടുത്ത കുഞ്ഞാലിക്കുട്ടിയെ ജയിലിലടയ്ക്കണം. കുഞ്ഞാലിക്കുട്ടിയെ ജയിലിലടയ്ക്കാതെ ഞങ്ങൾ സർക്കാരിൻ്റെ ഒരു സഹായവും സ്വീകരിക്കില്ല എന്നാണ് ഇന്നത്തെ പ്രഖ്യാപനം. മക്കൾ നഷ്ടപ്പെട്ട അമ്മമാർ, അച്ഛൻ നഷ്ടപ്പെട്ട മക്കൾ, ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട ഭാര്യമാർ, ഇവരെ എല്ലാം കൊണ്ടുവന്ന് നിർത്തി കോഴിക്കോട് കലക്ട്രേറ്റിന് മുന്നിൽ. അതീവ ദയനീയമായ കാഴ്ചയായിരുന്നു ആ കാഴ്ച. പിറ്റേ ദിവസം ഇറങ്ങിയ മാതൃഭൂമി പത്രത്തിനകത്ത് ജീവൻ നഷ്ടപ്പെട്ട സന്തോഷിൻ്റെ ഭാര്യയുടെ കണ്ണിൽ നിന്ന് ഉറ്റി വീഴുന്ന കണ്ണുനീർ തുള്ളികളായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഫോട്ടോ ആയി ഫ്രണ്ട് പേജിൽ മാതൃഭൂമി അച്ചടിച്ചത്. എന്നിട്ട് BJP നേതാക്കന്മാർ അവിടെ നിന്ന് ഈ കുടുംബങ്ങളെ സാക്ഷി നിർത്തി പ്രഖ്യാപിച്ചു, കുഞ്ഞാലിക്കുട്ടിയെ ജയിലിലടച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ മാപ്പിളമാരുടെ ചോര കൊണ്ട് കാളി പൂജ നടത്തുമെന്നായിരുന്നു പ്രഖ്യാപനം. അശോക് സിംഗാൾജി വന്നു പോയതിൻ്റെ പിറ്റേ ദിവസം അശോക് സിംഗാൾജി ഞങ്ങൾക്ക് തൃശ്ശൂരം തന്നത് പുല്ലു ചുരണ്ടാനല്ല, മാപ്പിളമാരുടെ പള്ളയിലിറക്കാനായിരുന്നു എന്നായിരുന്നു അന്നത്തെ പ്രഖ്യാപനം. ആ പ്രഖ്യാപനം നടത്തി മാറാട് ഇനി ശാന്തി കിട്ടാൻ, ശാന്തിയൊക്കെ കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ കുഞ്ഞാലിക്കുട്ടിയെ ജയിലിലടക്കണമെന്ന് പറഞ്ഞ് കലാപത്തിന് ആഹ്വാനം ചെയ്തവർ കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെ ഈ കലാപം നടന്ന്, ഈ പറയുന്ന സംഭവങ്ങളെല്ലാം നടന്ന് 2 മാസം കഴിയുമ്പോഴാണ് കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ വെച്ച് കുഞ്ഞാലിക്കുട്ടിയുമായി ചർച്ച നടത്തുന്നത്. ഹിന്ദു സഹോദരന്മാർക്ക് നീതി കിട്ടാൻ, ഹിന്ദു സഹോദരന്മാരുടെ ആത്മാവിന് ശാന്തി കിട്ടാൻ എന്തിനായിരുന്നു കുമ്മനം രാജശേഖരൻ ഈ കുഞ്ഞാലിക്കുട്ടിയെ ജയിലിലടച്ചില്ലെങ്കിൽ ഞങ്ങൾ കാളിപൂജ നടത്തുമെന്നുമെല്ലാം പ്രഖ്യാപനം നടത്തിയ സംഘപരിവാരം കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ വെച്ച് കുഞ്ഞാലിക്കുട്ടിയുമായി ചർച്ച നടത്തിയത്? കുഞ്ഞാലിക്കുട്ടിയുമായി ചർച്ച നടത്തുന്നത് ഈ കുമ്മനം രാജശേഖരനും PP മുകുന്ദനും ചേർന്നായിരുന്നു. ആർക്ക് വേണ്ടിയായിരുന്നു? എന്തിനു വേണ്ടിയായിരുന്നു? ഈ കൂട്ടക്കൊലക്ക് നേതൃത്വം നൽകിയെന്ന് ഇപ്പോൾ AT രമേശും അന്ന് O രാജഗോപാലും കേരളം മുഴുവൻ കലാപാന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടി സംഘപരിവാരം എല്ലാം വിളിച്ചു നടന്നിരുന്ന ഈ കുഞ്ഞാലിക്കുട്ടിയുമായി സഖ്യമുണ്ടാക്കാൻ അല്ലെങ്കിൽ ചർച്ച നടത്താൻ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ പോയത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് കുമ്മനം രാജശേഖരൻ മാറാട്ടെ ജനങ്ങളോട് പറയണം. മൂന്നാമത്തെ കാര്യം, ഇവിടെ ഇപ്പോൾ CBI അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടു. അപ്പോഴാണ് 12 വർഷം കാത്തിരിക്കേണ്ടി വന്നു ഹിന്ദുക്കൾക്ക് നീതി കിട്ടാനെന്നാണ് രമേശും അതേപോലെ തന്നെ കുമ്മനം രാജശേഖരനും മാറാട് വന്ന് പറഞ്ഞത്. ആരായിരുന്നു ഈ CBI അന്വേഷണത്തിനെതിര്? 2009 ഫെബ്രുവരി മാസം 10-ാം തീയതിയാണെന്ന് എൻ്റെ ഓർമ്മ. ഫെബ്രുവരി മാസം 10-ാം തീയതി കേരള ഹൈക്കോടതി CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഹർജി തള്ളുകയാണ്. ആരുടേതായിരുന്നു ആ ഹർജി? തെക്കേത്തൊടി ശ്യാമള എന്ന് പറയുന്ന ഇന്നും മാറാട് കടപ്പുറത്ത് ജീവിച്ചിരിക്കുന്ന, ഭർത്താവ് മരിച്ചിട്ട് ദിവസങ്ങൾ മാത്രമായിട്ടുള്ള ഒരു വിധവയായ അമ്മ. ഭർത്താവ് മരിച്ചത് ഇപ്പോഴാണ്, രാജേട്ടൻ മരിച്ചത് ഈ അടുത്ത ദിവസം. ആ തെക്കേത്തൊടി ശ്യാമള എന്ന് പറയുന്ന അമ്മക്ക് ആ കലാപത്തിൽ നഷ്ടപ്പെട്ട 2 മക്കളെ, പുഷ്പരാജിനെയും സന്തോഷിനെയും നഷ്ടപ്പെട്ടു. ആ അമ്മയാണ് കേരള ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തത് CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ട്. അന്ന് കേന്ദ്രം ഭരിക്കുന്നു BJP, കേരളം ഭരിക്കുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ പാർട്ടി അല്ലെങ്കിൽ UDF ഭരിക്കുന്നു. കേരള ഹൈക്കോടതി 2 ദിവസം ഈ ഹർജിക്ക് മുകളിൽ, ഈ അമ്മയുടെ ഹർജിക്ക് മുതൽ വാദം കേട്ടു. 1-ാമത്തെ ദിവസം കേരള സർക്കാരിൻ്റെ വാദം കേൾക്കുന്നതിന് വേണ്ടി വെച്ചു. കേരള സർക്കാരിൻ്റെ വക്കീൽ, ആരുടെ വക്കീൽ? കുഞ്ഞാലിക്കുട്ടിയുടെ UDFൻ്റെ വക്കീൽ കോടതിയിൽ പറഞ്ഞു കേസിൻ്റെ അന്വേഷണം എല്ലാം കൃത്യമായി നടക്കുന്നുണ്ട്, പ്രതികളെല്ലാം പിടിച്ചിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞു. 2-ാമത്തെ ദിവസം കോടതിയിൽ ഹാജരായി കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് അറിയിക്കേണ്ടിയിരുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കേരള ഹൈക്കോടതിയിലെ സ്റ്റാൻഡിംഗ് കൗൺസിലായിട്ടുള്ള BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു. BJPക്കാരെങ്കിലും മറന്നു പോരുത് അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് ആരായിരുന്നുവെന്നും. സ്റ്റാൻഡിംഗ് കൗൺസിൽ എന്ന് പറയുന്ന ഈ പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് കോടതിയിൽ വ്യക്തമാക്കേണ്ട വക്കീൽ ഹാജരായില്ല. കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട് അവിടെ വ്യക്തമാക്കാത്തത് കൊണ്ട് കേരള സർക്കാരിൻ്റെ നിലപാടിനെ മുഖവിലക്കെടുത്ത് കേരള ഹൈക്കോടതി തള്ളുകയായിരുന്നു ഹർജി. ആരുടെ ഹർജി?
2 മക്കൾ നഷ്ടപ്പെട്ട തെക്കേത്തൊടി ശ്യാമള എന്ന് പറയുന്ന അമ്മയുടെ ഹർജി തള്ളി കോടതി. ആരുടെ നിലപാട് കൊണ്ട്? കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ, കേരളത്തിലെ BJPയുടെ നിലപാട് കൊണ്ട്. അതേ നേതാവാണ് ഈ പറയുന്ന ഈ സ്റ്റാൻഡിംഗ് കൗൺസിലായിട്ടുള്ള നേതാവാണ് 6 മാസം കഴിയുമ്പം കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ വെച്ച് അബ്ദുൾ സമദ് സമദാനിയുടെ പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. ആ പാവമ്മക്കും ആ പാവപ്പെട്ട ഹിന്ദു സഹോദരന്മാരുടെ കുടുംബത്തിനും നീതി നഷ്ടപ്പെടുത്തിയത് BJP ആയിരുന്നു. ഇപ്പോഴോ? അന്ന് CBI അന്വേഷണം പാടില്ല എന്ന് പറഞ്ഞത് UDF ആയിരുന്നു. അത് കഴിഞ്ഞ് തോമസ് പി ജോസഫ് കമ്മീഷൻ്റെ റിപ്പോർട്ട് സർക്കാരിന് നൽകി. ആ റിപ്പോർട്ട് UDFൻ്റെ സർക്കാർ പൂഴ്ത്തിവെച്ചു. പിന്നീട് സഖാവ് കോടിയേരി ആഭ്യന്തരമന്ത്രിയായതിനു ശേഷമാണ് ആ റിപ്പോർട്ട് പുറത്തെടുത്ത് നിയമസഭയിൽ ചർച്ചയ്ക്ക് വെച്ചത്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ, തോമസ് പി ജോസഫ് കമ്മീഷൻ്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ അന്നത്തെ LDFൻ്റെ ഗവൺമെൻറ് ഗൂഢാലോചന സംബന്ധിച്ച് CBI അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞു. എന്തായിരുന്നു ഈ തോമസ് കമ്മീഷൻ്റെ ശുപാർശയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ പോയിന്റ്? മാറാട് കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ വിദേശ സഹായം ലഭിച്ചിട്ടുണ്ട്, ആയുധങ്ങളുണ്ട്, സാമ്പത്തിക സഹായമുണ്ട്, വളരെ പ്ലാൻ ചെയ്തിട്ടുള്ളൊരു കലാപമാണിത്, വളരെ സ്വാഭാവികമായ നിലയിലേക്ക് ആളുകൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റാവുന്ന കാര്യമല്ല ഇത്, അതുകൊണ്ട് ഇതിന് പിന്നിൽ വിദേശ കരങ്ങളുണ്ട്. അതുകൊണ്ട് മാറാട് കലാപത്തിൻ്റെ ഈ കൂട്ടക്കൊലയുടെ ഗൂഢാലോചനയെ സംബന്ധിച്ച് അന്വേഷണം നടത്തണം, CBI അന്വേഷണം നടത്തണം, കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്ന് തോമസ് പി ജോസഫ് കമ്മീഷൻ പറഞ്ഞപ്പോൾ CBI അന്വേഷണം നടത്തണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ശുപാർശ ചെയ്തത് CPIM ആണ്. അന്നത്തെ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണ 6 തവണയാണ് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. ഈ പറയുന്ന നിലയിലേക്ക് CBI അന്വേഷണം നടത്തണമെന്ന് 6 തവണ കേരള സർക്കാർ, LDFൻ്റെ സർക്കാർ ആവശ്യപ്പെട്ടു. തയ്യാറായില്ല കേന്ദ്ര സർക്കാർ. മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടുകൂടി കേന്ദ്രം ഭരിക്കുന്ന, അല്ലെങ്കിൽ കേരളത്തിൽ മുന്നണിയിലെ ഒരു പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി CBI അന്വേഷണം തയ്യാറായില്ല കേന്ദ്ര സർക്കാർ. LDF അവിടെ നിന്നില്ല. കേന്ദ്ര സർക്കാർ CBI അന്വേഷണത്തിൽ തയ്യാറാവില്ല എന്ന് കണ്ടപ്പോഴാണ് ഒരു പ്രത്യേക ടീമിനെ തയ്യാറാക്കി ഗൂഢാലോചന അന്വേഷിക്കാൻ. അന്നത്തെ കോഴിക്കോട് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറായിരുന്ന CM പ്രദീപ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ടീമിനെ തയ്യാറാക്കി ഗൂഢാലോചനയെ കുറിച്ച് അന്വേഷിക്കാൻ. ആ ടീം വിശദമായ അന്വേഷണം നടത്തി കോഴിക്കോട് 5ാം കോടതിയിൽ ഒരു FIR സമർപ്പിച്ചു. ആ FIRനകത്ത് 2 പേരുകൾ, മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി മൈനാജി, ഈ കൂട്ടക്കൊലക്കേസിലെ 1ാം പ്രതിയും ബേപ്പൂർ മണ്ഡലത്തിലെ അന്നത്തെ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റുമായിരുന്നിട്ടുള്ള അലിഗോയ്, ഈ പറയുന്ന 2 പേരെ പ്രതികളാക്കിക്കൊണ്ട് FIR സമർപ്പിച്ചു. FIR സമർപ്പിച്ചതിൻ്റെ 3ാമത്തെ ദിവസമാണ് ആ അന്വേഷണ കമ്മീഷനെ പിരിച്ചുവിട്ടത് അന്നത്തെ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ. മുസ്ലിം ലീഗിൻ്റെ സർക്കാർ മിണ്ടിയോ BJP? ഇങ്ങനെ ഒരു അന്വേഷണ കമ്മീഷനെ UDFൻ്റെ മന്ത്രിസഭ ചേർന്ന് പിരിച്ചുവിട്ടപ്പോൾ ഒരക്ഷരം മിണ്ടിയോ? കുമ്മനം രാജശേഖരൻ മിണ്ടിയോ? BJP നേതാക്കന്മാർ മിണ്ടിയോ? AT രമേശ് മിണ്ടിയോ? ഒരാൾ മിണ്ടിയില്ല. കോഴിക്കോട് കലക്ടറേറ്റിൽ മാർച്ച് നടത്തിയ ഞങ്ങളാ, CPIM മാർച്ച് നടത്തിയത്, അവിടുത്തെ ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മാർച്ച് നടത്തി. ആ അന്വേഷണ കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളാണ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് കോടതി ഈ പറയുന്ന നിലയിലേക്കുള്ള ഒരു പരാമർശം നടത്തിയത്. അതിന് കേസ് കൊടുത്തൊരു അദ്രൈമാൻ ആജി എന്നിട്ടും പറയുന്ന മനുഷ്യനാണ് മാറാട് കൂട്ടക്കൊല CBI അന്വേഷിക്കണമെന്ന് പറയുന്ന ഇത് കൊടുത്തത്. ആ ഹർജിക്ക് മുകളിൽ കോടതിയിൽ വാദം കേട്ടപ്പോൾ കേരള സർക്കാരിൻ്റെ നിലപാട് കർശനമായി പറഞ്ഞു, അന്വേഷണം നടത്തണം എന്നുള്ള കേരള സർക്കാരിൻ്റെ, പിണറായി വിജയൻ്റെ സർക്കാരിൻ്റെ നിലപാട് അവിടെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ വിധി കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതിൽ BJPക്ക് എന്ത് പങ്ക്? അതിലെന്ത് പങ്കാ BJPക്കുള്ളത്? BJP എല്ലാ ഘട്ടത്തിലും ഈ ജിഹാദികൾ എന്ന് നിങ്ങളിപ്പോൾ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭീകരവാദികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകളാണ് ഈ പറഞ്ഞ ഘട്ടങ്ങളിലെല്ലാം നിങ്ങളെടുത്തത്. അതുകൊണ്ട് മാറാട്ട ഹിന്ദു സഹോദരന്മാർക്ക് നീതി കിട്ടുന്നതിൽ ഒരു പങ്കും BJPക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കുമ്മനം രാജശേഖരൻ മാറാട് സന്ദർശിച്ചപ്പം ഇറക്കുമതി ചെയ്ത ഈ പറയുന്ന അന്യസംസ്ഥാന തൊഴിലാളികളെയും അതുപോലെ തന്നെ പുറമേ നിന്ന് ഇറക്കുമതി ചെയ്ത ആളുകളെയും മാത്രം കൊണ്ടുവന്ന് 4ഓ 5ഓ മാറാട്ടുള്ള ആളുകൾ മാത്രമുള്ള നിലയിലേക്ക് പോയത്. ഇതിൻ്റെ കൂടെ കൂട്ടി പറയേണ്ട കാര്യം, മാറാട് സന്ദർശിക്കുമ്പോൾ കുമ്മനം രാജശേഖരൻ ആദ്യം സന്ദർശിക്കേണ്ടത് ആരെയാ? മാറാട് സന്ദർശിക്കുമ്പോൾ കുമ്മനം രാജശേഖരൻ ആദ്യം സന്ദർശിക്കേണ്ടത് 2 മക്കൾ നഷ്ടപ്പെട്ട തെക്കേത്തൊടി ശ്യാമള എന്ന് പറയുന്ന അമ്മയെ. ആ കലാപകാലത്ത് നിങ്ങൾ രാജ്യം മുഴുവൻ പ്രദർശിപ്പിച്ച ചിത്രം ഈ അമ്മയുടെ ചിത്രമായിരുന്നു. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, മാറാട് ജീവിച്ചിരിപ്പുണ്ട്. ഭർത്താവ് മരിച്ചിട്ട് ദിവസങ്ങളെ ആയുള്ളൂ, ആഴ്ചകളെ ആയുള്ളൂ. കുമ്മനം രാജശേഖരൻ ആദ്യം പോകേണ്ടത് തെക്കേത്തൊടി ശ്യാമള എന്ന് പറയുന്ന ഈ അമ്മയുടെ അടുത്തേക്കല്ലേ? പോയില്ലല്ലോ. BJPയുടെ ഒരു നേതാവും പോയില്ലല്ലോ. എന്തേ പോകാതിരിക്കാൻ കാരണം? അവിടേക്ക് ചെന്നാൽ ഈ വയസ്സുകാലത്തും ആ അമ്മയുടെ വാക്കുകൾ, ശാപം കുമ്മനം രാജശേഖരൻ്റെ തലയിൽ പതിക്കും. അതുകൊണ്ടാണ് അങ്ങോട്ട് പോകാതിരുന്നത്. പണ്ട് 2009 ഹൈക്കോടതിയിൽ തന്നെ വഞ്ചിച്ച BJP നേതാക്കന്മാരെ കാണുമ്പം ആ അമ്മയുടെ മനസ്സിൽ നിന്ന് വരുന്ന ശാപവചനങ്ങൾ BJPയെ കത്തിക്കും, കുമ്മനം രാജശേഖരനെ കത്തിക്കും. ഒരു തർക്കവും കാര്യത്തില്ല. അതുകൊണ്ട്
അങ്ങോട്ട് പോയില്ല. ഞാൻ പറഞ്ഞത് നീതി നൽകിയത് ഇടതുപക്ഷമാണ് ഈ കേസിൽ യഥാർത്ഥ പ്രതികൾ പിടിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഇടപെടലുകളും നടത്തിയത്. മാറാട് ശാന്തി തിരിച്ചു കൊണ്ടുവരാൻ ദീർഘമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്, ദീർഘകാലത്തെ ശ്രമകരമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് മാറാട് സമാധാന അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു വരുന്നത്. ആ സമാധാന അന്തരീക്ഷം തകർക്കാനാണ് ഇന്ന് കുമ്മനം രാജശേഖരൻ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർശനവും അതിനെ തുടർന്ന് BJP-യുടെ നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകളുമെല്ലാം. മാറാടിൻ്റെ തൊട്ടടുത്ത പ്രദേശം ചുള്ളിയാമ്പളപ്പ് ഏക്കർ കണക്കിന് സ്ഥലമാണ്. ഞാൻ ഈ നേതാക്കന്മാരുടെ സാമ്പത്തിക നേട്ടത്തെക്കുറിച്ച് പറയാനാണ് ഇത് സൂചിപ്പിക്കുന്നത്. ജിഹാദികൾക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ കേന്ദ്രത്തിൽ ഏക്കർ കണക്കിന് സ്ഥലമാണ് കോഴിക്കോട് കോർപ്പറേഷനിലെ BJP-യുടെ കൗൺസിലർ അവിടെ വാങ്ങിക്കൂട്ടിയത്. അവിടുന്ന് മുസ്ലിങ്ങളെ ആട്ടിയോടിക്കുമ്പോൾ പറഞ്ഞത് ഈ മുസ്ലിങ്ങൾ മുഴുവൻ ജിഹാദികൾ, ഭീകരന്മാർ, അവരുടെ സമ്പത്തെല്ലാം അവരെ നഷ്ടപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അന്നത്തെ ഇവരുടെ ഈ ആട്ടിയോടിക്കലിൻ്റെ ഒരു ലക്ഷ്യം. എന്നിട്ട് പറഞ്ഞു, ഒരാളും മാറാട് ഇവരുടെ സ്ഥലം വാങ്ങരുത്, അട്ടിയോടിക്കപ്പെട്ടവരുടെ സ്ഥലവും സ്വത്തുവകകളും ഒരാളും വാങ്ങരുത് എന്ന് പറഞ്ഞു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പം BJP-യുടെ കൗൺസിലറുടെ നേതൃത്വത്തിൽ ചുള്ളിയാമ്പളപ്പിൽ ഏക്കർ കണക്കിന് സ്ഥലം വാങ്ങിയിടുക. ആ സ്ഥലം പിന്നീട് കലാപം നടന്ന ഈ ആക്രമണം നടന്ന ഒരു 5-6 വർഷം കഴിയുമ്പം 5 സെൻറ്റും 10 സെൻറ്റും എല്ലാം ആക്കി മുറിച്ചു വിൽക്കാനുള്ള ശ്രമം നടത്തിയപ്പം തടയാൻ വേണ്ടി പോയതും ഈ BJP അനുഭാവികളായിട്ട് ഇപ്പം മതേതരവാദികളെല്ലാമായി മാറിയ മനുഷ്യരായിരുന്നു എന്നുള്ളത് മറന്നു പോകരുത്. മാറാട് കലാപത്തിൽ നഷ്ടം മുഴുവൻ പാവങ്ങൾക്കാണ്. ബേപ്പൂര് നടന്ന കലാപമായാലും മാറാട് നടന്ന കലാപമായാലും കൂട്ടക്കൊലയായാലും നഷ്ടം മുഴുവൻ പാവങ്ങൾക്കാണ്, നേട്ടം മുഴുവൻ നേതാക്കന്മാരുണ്ടാക്കി. ഒറ്റ ഉദാഹരണം മാത്രം. മാറാട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡിൽ ആദ്യത്തെ ഒരു 2 നില കെട്ടിടമുണ്ട്, നല്ല സുന്ദരമായ കെട്ടിടം, 2 നില കെട്ടിടം. അത് ഒരു വിഭാഗത്തിൻ്റെ നേതാവിൻ്റെ ബംഗ്ലാവാ, കുടിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. കലാപം എല്ലാം നടക്കുന്നതിന് വേണ്ടി കുടിലായിരുന്നു. ഇപ്പം അത് നല്ല സുന്ദരമായി 2 നില കെട്ടിടമായി മാറി. ആർക്കും പോയി നോക്കാം. മാറാട് പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലേക്ക് പോകുമ്പം വലത്തെ ഭാഗത്തുള്ള ആദ്യത്തെ കെട്ടിടം നല്ല സുന്ദരമായ 2 നില കെട്ടിടമായി അത് പണിതിരിക്കുന്നു. അദ്ദേഹം കുറേ കാലം ജയിലിലായിരുന്നു, ഇപ്പോൾ പുറത്താണ്. ആ റോഡ് അങ്ങനെ പോയാൽ മാറാട് കടപ്പുറത്തെത്തും. മാറാട് കടപ്പുറത്ത് സ്പർശം പദ്ധതിയുടെ ഭാഗമായി ഉണ്ടാക്കിയ ബിൽഡിങ്ങിനോട് ചേർന്നുകൊണ്ട് മറ്റൊരു വീടുണ്ട്. അത് നല്ല സുന്ദരമായ പെയിൻ്റെല്ലാം അടിച്ച് ഇപ്പം അടുത്ത കാലത്താണ് അത് ആ നിലയിലേക്ക് പടുത്തുയർത്തിയത്. ആ നേതാവ് ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. ആ കലാപത്തിന് നേതൃത്വം കൊടുത്ത 2 ഭാഗത്തുമുള്ള 1-ാം പ്രതികൾക്കും മാത്രം നേട്ടമുണ്ടായത്. പിന്നെ നേട്ടമുണ്ടായത് കുമ്മനം രാജശേഖരനെ പോലെയുള്ള നേതാക്കന്മാർക്ക് കുഞ്ഞാലിക്കുട്ടിയുമായി ചർച്ച ചെയ്ത് മാറാട് സംഭവം ഒത്തുതീർക്കുന്ന സമയത്ത് വാങ്ങുകയോ കൊടുക്കുകയോ എല്ലാം ചെയ്ത കോടികളുടെ ഇടപാടുകളുടെ ഭാഗമായി ഉണ്ടായിട്ടുള്ള നേട്ടം. അല്ലാതെ പാവപ്പെട്ട മനുഷ്യർക്ക് മുഴുവൻ നഷ്ടപ്പെട്ടത്. ആ പാവപ്പെട്ട മനുഷ്യരെയാണ് ഇപ്പം വീണ്ടും വന്നിട്ട് ആക്രമണം നടത്താൻ, ജിഹാദികൾക്കെതിരായി പൊരുതാൻ, ഞങ്ങൾ നടത്താൻ വേണ്ടി പോകുന്ന പോരാട്ടത്തിൽ പങ്കുചേരാനെല്ലാം കുമ്മനം രാജശേഖരൻ ആഹ്വാനം ചെയ്തത്. ജിഹാദികൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഭൂമിയാണ് മാറാട് ബേപ്പൂര് എന്ന് പറയുമ്പം എല്ലാ കലാപങ്ങൾക്കും, എല്ലാ കൊലപാതകങ്ങൾക്കും, എല്ലാ ആക്രമണങ്ങൾക്കും RSS തുടക്കം കുറിച്ചതുപോലെ വീണ്ടും മാറാട് ഇതേ ഒരു സാഹചര്യത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകുമെന്നുള്ള പ്രഖ്യാപനം തന്നെയാണ് കുമ്മനം രാജശേഖരനും കൂട്ടരും ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ സഹനത്തിൻ്റെ, വലിയ വേദനകളുടെ ഒരു ഭണ്ഡാരമായിരുന്നു മാറാടെന്ന് പറയുന്നത്. പാവപ്പെട്ട മനുഷ്യന്മാർ അനുഭവിച്ച വേദന, ആ വേദനയെല്ലാം അനുഭവിച്ച ആ മനുഷ്യരോട് CPIM പറയുന്നത്, ഇനിയും നമുക്ക് നമ്മുടെ നാടിനെ ഇങ്ങനെ വർഗീയവാദികൾക്ക് വിട്ടുകൊടുത്തുകൂടാ. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ, വർഗീയ ശക്തികൾക്കുമെതിരായി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മാറാടിനെ നമുക്ക് ഇപ്പോൾ നിലവിലുള്ള സമാധാനം നിലനിർത്തണം. ആ സമാധാനം നിലനിർത്താൻ വേണ്ടി പറ്റാവുന്ന അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. ആ സമാധാന അന്തരീക്ഷത്തെ തകർക്കുന്നതിന് വേണ്ടി വരുന്ന ശക്തികൾക്കെതിരായി മാറാട്ടെയും ബേപ്പൂരിലെയും കേരളത്തിലെയും ജനങ്ങൾ ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കണം, പ്രതികരിക്കണം എന്നുള്ള സന്ദേശമാണ് CPIM ഈ ഒരു ഘട്ടത്തിൽ ഈ നാടിന് നൽകുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.